സർവകലാശാലയിലെ MBA മൂന്നാം സെമസ്റ്റർ പരീക്ഷയിലെ 71 ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനം. ഈ മാസം 7-നാണ് പരീക്ഷ. അന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് 22-ന് പിന്നീട് അവസരം നൽകും. അധ്യാപകനും സർവകലാശാലയ്ക്കും വീഴ്ച സംഭവിച്ചെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ചില പിഴവുകൾ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും വളരെ കാര്യമായ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. 7-ാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് തന്നെ പരീക്ഷ നടത്തും. പക്ഷേ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ഇതേ പരീക്ഷ തന്നെ 22-ാം തീയതിയും വീണ്ടും നടത്തും. അപ്പോൾ കുട്ടികൾ 7-ാം തീയതി പരീക്ഷ നടത്തിയാൽ 70ഓളമുള്ള ഈ കുട്ടികളുടെ റിസൾട്ട് 3 ദിവസം, അങ്ങനെ 1000 കുട്ടികളാണ് MBA പാസ്സായത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1000 പേരുടെ റിസൾട്ടും വിത്തിൻ 3-4 ഡേയ്സ് പ്രസിദ്ധീകരിക്കും. പരീക്ഷയ്ക്ക് ഫീസ് ഈടാക്കേണ്ടെന്നാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനം. എന്നാൽ ആലോചിക്കാതെയാണ് തീരുമാനമെന്നും നിയമപരമായി നീങ്ങാൻ ആലോചിക്കുന്നെന്നുമാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം വരുന്നത്. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ 22-ാം തീയതി ആരുടെ ചോദിച്ചാണ് ഇത്രയും പിള്ളേർക്ക് എഴുതാൻ പറ്റും എന്നുള്ള തീരുമാനം എടുത്ത് എനിക്കറിയത്തില്ല. കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും 22-ാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അതിലെന്ത് അർത്ഥമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നമ്മളെ വെറുതെ കണ്ണിൽ പൊടിയിടുന്നത് പോലെയായിരുന്നു ഇപ്പോഴത്തെ മീറ്റിംഗ് നടന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ഗുഡ് ഈവനിങ്. ഇതിപ്പോൾ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിക്കുന്നു. ഈ മാസം 7-നാണ് പരീക്ഷ നടത്തുന്നത്. അന്ന് എഴുതാൻ കഴിയാത്തവർക്ക് 22-ന് പിന്നീട് എഴുതാൻ അവസരം നൽകുമെന്നും അറിയിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. അവർക്ക് ഇതിനോട് യോജിപ്പില്ല, അവരോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഇവർ ആശയവിനിമയം നടത്തുമോ? പരീക്ഷയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ആ വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് അല്ലേ? ഇന്ന് യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ വൈസ് ചാൻസലറിനാണെങ്കിലും തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അവരുടെ ആവശ്യം ഈ ഒരു പരീക്ഷ നടത്തുന്നത് പകരം ഇതുവരെയുള്ള മാർക്കിന്റെ ആവറേജ് മാർക്ക് നൽകി ഈ 71 പേർക്കും പാസ്സാക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ യൂണിവേഴ്സിറ്റി കഴിയില്ല എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. കാരണം യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, ഒപ്പം ഈ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിന്റെ ഭാവി കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കണക്കാക്കി വീണ്ടും പരീക്ഷ നടത്തേണ്ടി വരും എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്നത്തെ പരീക്ഷാ വിഭാഗം ഉപസമിതി സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തു. ആ രീതിയിൽ നേരത്തെ തീരുമാനിച്ചത് പകരം ഈ മാസം 7-ന് പരീക്ഷ നടത്തും. 7-ാം തീയതി പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിയത്. കാരണം പല വിദ്യാർത്ഥികളും വിദേശത്തടക്കം ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ കേരള സർവകലാശാലയിലെ MBA മൂന്നാം സെമസ്റ്റർ പരീക്ഷയിൽ 71 ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തീയതി തീരുമാനിച്ചത് വിദ്യാർത്ഥികളോട് കൂടി ആലോചിക്കാതെയാണ് എന്നാണ് ചില വിദ്യാർത്ഥികളുടെ പരാതി. ഇവിടെ വീണ്ടും ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതാണ്. ഇനിയിപ്പോൾ 7-ാം തീയതിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം, 22-ാം തീയതിക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടണം. അപ്പോൾ എത്രത്തോളം റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ വരും എന്നുള്ളത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആശങ്കകൾ ഇതൊക്കെയാണ്. മാത്രമല്ല ഈ പുറത്തൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് വരാൻ സാധിക്കില്ല. 7 ആണെങ്കിലും 22 ആണെങ്കിലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത്.